ഇൻ ദ ഓഫിംഗ്, ഗോയിങ് ടു ഹാപ്പൻ സൂൺ, ലൈക്ലി ടു ഹാപ്പൻ സൂൺ, എബൌട്ട് ടു ഹാപ്പൻ എന്നൊക്കെ പറയാം ഇതിൻ്റെ മീനിങ്. അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത്, അടുത്തതായി, അടുത്തു വരുന്ന, അകലെയല്ലാത്ത എന്നൊക്കെ പറയാം അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ബിഗ് ചേഞ്ചസ് ആർ ഇൻ ദ ഓഫിംഗ്. ബിഗ് ചേഞ്ചസ് ആർ ഇൻ ദ ഓഫിംഗ്. വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. There is a pay rise in the offing. There is a pay rise in the offing. പേ റൈസ് എന്ന് പറഞ്ഞാൽ ശമ്പള വർധന. ശമ്പളം വർദ്ധിക്കാൻ പോകുന്നു അടുത്ത് തന്നെ എന്നാണ് അതിൻ്റെ മീനിങ്. There is a pay rise in the offing. There is a general election in the offing. There is a general election in the offing. ജനറൽ എലക്ഷൻ അടുത്തു വരുന്നുണ്ട്. With an election in the offing, the minister is keen to maintain his popularity. With an election in the offing, the minister is keen to maintain his popularity. എലക്ഷൻ അടുത്തു വരുന്നത് കൊണ്ട് മന്ത്രി അദ്ദേഹത്തിൻ്റെ ജനപ്രീതി നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. With an election in the offing, the minister is keen to maintain his popularity. With an election in the offing, the mayor is getting nervous. With an election in the offing, the mayor is getting nervous. മേയർ നെർവസ് ആവുന്നു. കാരണം എന്താ? എലക്ഷൻ അടുത്തു വരുന്നത് കൊണ്ട് മേയർ നെർവസ് ആയിക്കൊണ്ടിരിക്കുന്നു. നെർവസ് ആവുക മീൻസ് പരിഭ്രമിക്കുക, പേടിക്കുക. മനസ്സിലായില്ലേ ഇൻ ദ ഓഫിംഗ് എന്ന ഒരു ഫ്രേസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്? ഒരു സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് കേട്ടോ.